ഹായ് ജോപ്പ, ഓർമ്മയുണ്ട് ഈ മുഖം? നീ എല്ലാ KLF-നോട് ചോദിക്കാറില്ലേ? അതെ, ഞാൻ തീരെ വായിക്കാതിരുന്നൊരു മനുഷ്യനാണ്. എന്നെ വായിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാനെന്ന് ചിന്തിച്ച ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് വായിച്ചിട്ട് പലതും കിട്ടാനുണ്ട് എന്ന് താങ്കളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. വായിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാനാണ് ആ ഒരു വീഡിയോ. അത് കാരണം ഇപ്പോൾ വായന എൻ്റെ ഒരു ഡെയിലി റൂട്ടീനാണ്. അതിൽ ഈ മനുഷ്യന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയാണ്. ചോദ്യം ഇതാണ്, അതായത് നേരത്തെ അമ്മാവന്മാരുടെ വിഷയം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ അമ്മാവന്മാരെ പുച്ഛിക്കണേ പൊതുവെ നമ്മുടെ ജനറേഷൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പ്രായമാകുന്നതോടെ നേരത്തെ പറഞ്ഞു പ്രായമാകുന്നതോടുള്ള പ്രശ്നമാണെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളും പ്രായമായി ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മുടെ യൂത്ത് ജനറേഷന് നമ്മളെ അതുപോലെ പുച്ഛിക്കൂലേ? അതിനെന്താണ് പറയാനുള്ളത്? ജോഷി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്, അറിയാലോ? ജോഷി സാർ ന്യൂഡൽഹിയൊക്കെ എടുത്ത ആളാണ്. അദ്ദേഹം ഇന്ന് എടുക്കുന്ന പടങ്ങൾ ഭയങ്കര സ്റ്റൈലിഷാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അദ്ദേഹത്തിന് അതേ ജനറേഷനിൽ പെട്ട നമുക്കറിയാവുന്ന റെസ്പെക്ട് ചെയ്യുന്ന വലിയ ചില സിനിമാ സംവിധായകർ എടുത്ത ചില പടങ്ങൾ വിജയിക്കുന്നില്ല. അദ്ദേഹം വളരെ മമ്മൂട്ടി, ആരെങ്കിലും ധൈര്യപ്പെടും മമ്മൂട്ടി അമ്മാവെന്ന് വിളിക്കാൻ? കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഇട്ട ഷൂസ് കണ്ടായിരുന്നു, ഒരു പച്ച കളറ്. ദുൽഖർ സൽമാൻ അത് അന്വേഷിച്ച് കിടക്കാന്നാണ് കേട്ടത്. അപ്പം എന്തുകൊണ്ട് നമ്മൾ മമ്മൂക്ക അമ്മ ചുണ്ടിലേക്ക് പറയാൻ പോലും പറ്റില്ല മമ്മൂക്ക അമ്മാവെന്ന്. അപ്പോൾ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്, മമ്മൂക്കനെയൊക്കെ കണ്ടു പഠിക്കുക എന്നുള്ളതാണ്. അടുത്താരാണ്? പുള്ളി രാവിലെ എന്നെ കണ്ടപ്പോൾ ഒരു ചോദ്യം ബുക്ക് ചെയ്തതാണ്. ഈ റൂമൊക്കെ ബുക്ക് ചെയ്യില്ലേ? കൊടുത്തേക്ക്. ഈ ഒരു സെക്ഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എനിക്ക് തോന്നില്ല, എന്നാലും ചോദിക്കുകയാണ്. ഈ കാൽപ്പനികത, ഗൃഹാതുരത്വം, ലേശം വിഷാദാത്മകത, പിന്നെ ഭാവന, സൗന്ദര്യം, ഇതിൻ്റെയൊക്കെ ഒരു ലോകമില്ലേ? ഇതിൻ്റെയൊക്കെ മാത്രമായിട്ടുള്ളൊരു ലോകം താങ്കൾക്ക് സുപരിചിതമായിരിക്കും. അപ്പോൾ ആ ലോകത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ ലോകത്തൊരു മനുഷ്യൻ പെട്ടുപോയാൽ, അല്ലെങ്കിൽ അതിലെത്തിച്ചേർന്ന ഒരു മനുഷ്യനെ പറ്റി എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനത്തെ ഒരു പരിപാടിക്കെല്ലാം വരുന്ന ആളുകൾ ഏകദേശം ഈ ഒരു ടൈപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കി. അപ്പോൾ എന്താണ് പറയാനുള്ളത് അതിനെ പറ്റിയിട്ടുള്ളത്? എന്താ പറയാനുള്ളതാണ്? ഈ ഭാവനാലോകത്ത് എത്തിപ്പെടുന്ന മനുഷ്യൻ, എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ ഫിക്ഷൻ വേണം എന്നുള്ളതാണ്. ഭാവന എന്ന് പറയുന്നത് നമ്മൾ ഫിക്ഷൻ എന്ന് പറയാമല്ലോ, എഴുത്തിനെ റിയലിസ്റ്റിക്. മാധവിക്കുട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ജീവിതത്തിൽ നടന്ന പോലെ എഴുതാനാണെങ്കിൽ ആധാരം എഴുതിയാൽ പോരെ, അല്ലേ? ജീവിതത്തിൽ കുറച്ച് ഭാവന വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാവനയുടെ ലോകത്തിൽ പെട്ടുപോയാൽ അത് നീ പെടുന്ന ഭാവന പോലെ ഇരിക്കും. അതിപ്പോൾ ഞാൻ ഭാവനയിൽ കാണുന്നൊരു കാര്യം, എല്ലാ KLF-ലും ഞാനിവിടെ ഒന്ന് പറയുന്നതാണ്, എനിക്കൊരു സ്റ്റാൻഡപ്പ് ഷോ ചെയ്യണമെന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ ഒരു ചിരി വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സ്റ്റേജൊക്കെ ബുക്ക് ചെയ്ത് നടന്നൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യണമെന്നില്ല. ഇതും വർക്കബിളാണ്. ഞാനിപ്പോൾ ഭാവനയിൽ കാണുന്നൊരു സിനിമയാണ്. എൻ്റെ ഒരു കഥ സിനിമയായ എങ്ങനെ ഇരിക്കും? ആ ഭാവനയിൽ ഞാൻ പെട്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാൻ കുറേ കൂടി നല്ലൊരു മനുഷ്യനാവും, ഞാൻ കുറേ താഴത്തോട്ട് പോകും. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ്, ജോസഫേ, നീ ഇങ്ങനെ റിയലിസ്റ്റിക് കഥകൾ മാത്രം എഴുതാതെ ഫിക്ഷനായിട്ടുള്ള കാര്യങ്ങളും പറയൂ, സംസാരിക്കൂ കൂടുതലും എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ മറ്റൊരു കൂട്ടുകാരനോട് പറഞ്ഞു, എടാ ഞാൻ കുറേ കൂടി ഫിക്ഷനൊക്കെ, ഈ ജീവിതഗന്ധിയായ കഥകളൊക്കെ പറഞ്ഞ് മടുത്ത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അളിയാ, നീ സച്ചിൻ ടെണ്ടുൽക്കറാണ്, ഷൊഹൈബ് അക്തർ ആവാൻ ശ്രമിക്കരുത്. നിന്റെ കഴിവ് ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഭാവനയിൽ പെട്ടുപോയാൽ ആ പെഡൽ അപ്ഗ്രേഡ് ചെയ്താൽ നന്ന്, നിന്നെ ഡീഗ്രേഡ് ചെയ്താൽ അറിഞ്ഞൂടാ. താങ്ക് യു. ഭയങ്കര ചോദ്യമായിരുന്നു കേട്ടോ. ഹലോ, സുഖാണോ? ലളിതമായ ചോദ്യം. ഒരുപാട് പാട്ടും എനിക്കിഷ്ടപ്പെട്ട 3 പ്രാസംഗികന്മാരുണ്ട്, മോട്ടിവേഷൻ സ്പീക്കർ. അപ്പോൾ അതിൽ ഒരു ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യമല്ല, ഈ ഒരു റിക്വസ്റ്റ് എത്രത്തോളം ഇവിടെ ശരിയാകുമെന്ന് എനിക്കറിയില്ല, റിക്വസ്റ്റ് ചെയ്യാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിൽ മാറ്റം വരുത്തിയ ആളാണ്. ഒരുപാട് പ്രസംഗങ്ങളിലായാലും എഴുത്തുകളിലായാലും എൻ്റെ കൂടെ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എത്രത്തോളം ഇവിടെ റെഡി ആവുമെന്ന് അറിയില്ല. ഒന്ന് ഹഗ് ചെയ്യണം അവിടെ വന്നിട്ട്.
ചേട്ടാ ഇന്നത്തെ ഒരു പഴയ കാല പ്രണയവും ഇന്നത്തെ പ്രണയവും തമ്മിൽ വിച്ച് വാസ് ബെറ്റർ എന്നൊരു ചോയ്സ് ചോദിച്ചാൽ എന്ത് തോന്നുന്നു? പിന്നെ ഈ അടുത്ത് നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാലും ഒരു മരണത്തിനെ കുറിച്ച്, ഒരു പ്രണയത്തിനനുബന്ധിച്ച് ഒരു മരണം, അതിന് സാറിൻ്റെ ഒരു കമൻറ്റ് എങ്ങനെയാണ്? എന്താണ് അതിൻ്റെ ഒരു അതൊരു ചെറുപ്പക്കാരൻ മരിച്ചതല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രണയത്തിൽ ഒരു പെൺകുട്ടിയെ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത് ആണിൻ്റെ വൃത്തികെട്ട സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. കഷായത്തിൽ വിഷം വെച്ച് കൊടുക്കുമ്പോൾ സ്ത്രീകളും അത്ര മോശക്കാരില്ല എന്നുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോവും. എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളൊരു തോട്ടാണ്, എവിടെയെങ്കിലും ഒരു മനുഷ്യൻ ബ്ലെയിം ചെയ്യപ്പെടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ഉസ്താദ് ബ്ലെയിം ചെയ്യപ്പെടുമ്പോൾ ഈ അച്ഛന്മാർക്ക് ഈ വകയാണ് എന്ന് ചിന്തിക്കരുത്. അതിന് പറ്റിയൊരു സെന്റൻസ് ഇതാണ്: ബ്ലെയിം ദി പേഴ്സൺ നോട്ട് ദി കമ്മ്യൂണിറ്റി. ഒരു പ്രണയത്തിൽ ഒരു പെൺകുട്ടി ഒരാൾക്ക് വിഷം കൊടുത്ത് കൊന്നു എന്ന് പറയുമ്പോൾ ഡോണ്ട് ബ്ലെയിം ദി ജെൻഡർ. പെൺപിള്ളേർ ഇങ്ങനെയാണ്, ബ്ലെയിം ദറ്റ് പേഴ്സൺ. ഈ പഴയ പ്രണയവും ഈ പ്രണയവും ഏതാ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഴയ കാലത്ത് പ്രണയിച്ചിട്ടില്ല. മാത്രമല്ല പഴയകാല പ്രണയങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യം ഒരു ഡാറ്റ കിട്ടാനില്ല. എൻ്റെ ഇമ്മീഡിയറ്റ് സോഴ്സ് എൻ്റെ മൂത്ത ചേട്ടൻ്റെ കാര്യം പറയാൻ പറ്റില്ല, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്ന ആൾ യൂട്യൂബിൽ വരും. ഇത് മാത്രം കട്ട് ചെയ്തിടണേ. എനിക്ക് അടുത്തറിയാവുന്നവരുടെയൊക്കെ പഴയകാല പ്രണയങ്ങൾ എന്ന് പറയുന്നത്, ഒരു ചേച്ചി ഇങ്ങനെ ആളുടെ മുടി സ്റ്റേപ്ലെയറിൽ അടിച്ച് ലവ് ചിഹ്നത്തിൽ ഷേപ്പിൽ അതിലൂടെ എല്ലാം മുടി കോർത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, എൻ്റെ ചെണ്ടയല്ല. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഈ അകലം സൃഷ്ടിക്കുന്ന ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇന്നത്തെ കാലത്ത് ഒരു ബ്ലൂടിക്കിൽ പ്രണയം ബ്രേക്കപ്പോ, ഒരു ബ്ലൂടിക്കിൽ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ, ഫേസ്ബുക്കിൽ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എന്ത് വേഗതയാണ്! പണ്ടൊക്കെ ഒരു കത്ത് എഴുതി അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായം ചോദിച്ചതിന് മറുപടി കിട്ടാൻ ആ കാത്തിരിപ്പിൻ്റെ ഒരു സുഖം അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ഭയങ്കര വേഗതയാണ് എല്ലാത്തിനും. ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. താങ്ക് യു. ഹായ് സാർ, ഞാൻ ഒരു തവണ സാറിനെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സിൽ വന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റിയില്ല, അടുത്ത് കാണാനും പറ്റിയില്ല. ഇപ്പോൾ ഒരു അവസരമായതുകൊണ്ട് ചോദിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം സാറിൻ്റെ ആദ്യം വായിച്ചത് അത് തന്നെയാണ്, ദൈവത്തിൻ്റെ ചാരന്മാർ. ഒരു ദിവസം കൊണ്ടാണ് ഞാനത് ഇരുന്ന് വായിച്ചു തീർത്തത്. കാരണം ആ പുസ്തകം താഴെ വെക്കണം എന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അത് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് സാറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിലെ വ്യക്തിത്വങ്ങളും അതിനെക്കുറിച്ച് സാർ എഴുതിയത് കൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ക്യാരക്ടേഴ്സിനെ എഴുതുക എന്ന് പറയുന്നത് ഒരു കറേജിയസ് ആയിട്ടുള്ള ആക്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ പുസ്തകം എഴുതുന്നതിനേക്കാളും മുമ്പും അത് പബ്ലിഷ് ചെയ്യുമ്പോഴും സാറിന് എത്രത്തോളം അത് അലട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്? എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം തുടങ്ങി എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്ന കാര്യം ഞാൻ എല്ലാം തുറന്നു പറയുന്നുള്ളതായിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിൽ അപ്പൻ ചെയ്ത കോമാളിത്തരൊക്കെ കുട്ടിക്കാലത്തിലൊക്കെ ഞാൻ പറഞ്ഞു നടക്കുമായിരുന്നു. ചിലപ്പോൾ എന്നോട് പറയും, നീ എന്തിനൊക്കെ ഇങ്ങനെ പോയി പറയണേ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധം, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാനൊന്ന് മുതിർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചവരെയും എന്നെ സ്നേഹിച്ചവരെയും എന്നെ കൈപിടിച്ചവരെയൊക്കെ കുറിച്ച് ആ പഴയ കുട്ടി പറയുന്ന പോലെ ഞാൻ എഴുതി വെച്ചതാണ് ദൈവത്തിൻ്റെ ചാരന്മാരെന്ന പുസ്തകം. അതിന് ധൈര്യം വന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ ആ പുസ്തകത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. നല്ല നമുക്ക് ആരുടെയും വിളിച്ച് പറയാമല്ലോ, ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പം നമുക്ക് അതിനകത്ത് ഭയക്കേണ്ട കാര്യമില്ല. ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് ലൈഫിൽ ഇപ്പോൾ ഞാനതിങ്ങനെ കൊണ്ടു നടക്കുക. ആ ലേഡി ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മാം എനിക്കൊരു ബുക്ക് തന്നു. ഞാൻ വല്ല നോട്ട് പാഡാണെന്നാണ് കരുതിയത്. ഇത് മുഴുവൻ ഒരു നീണ്ട എഴുത്താണ്. ഓരോ പേജുകളിലും ഓരോ പടമൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്തായാലും ഒരു എഫേർട്ട് ഉണ്ട്. ഇത് ഇപ്പോൾ സുഹൃത്തിന് കിട്ടിയാലും എനിക്ക് കിട്ടിയാലും എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയാം. എനിക്കിത് കിട്ടിയാലും എനിക്കിത് വലിയ കാര്യമാണ്. നിലത്ത് വീണ എൻ്റെ ഒരു പേന ഒരാൾ എടുത്ത് തന്നാൽ എനിക്കത് വലിയ കാര്യമാണ്. അത് ഞാൻ ഭയങ്കര ഓവറാക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. ഒരു പേന എടുത്തതിന് താങ്ക് യു സോ മച്ച് എന്നൊന്നും പറയണ്ട, ഒരു ചിരി മതി എന്നൊക്കെ. പക്ഷേ ഇത് വലിയ കാര്യം. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇതിങ്ങനെ എക്സൈറ്റഡ്. ഇത് എന്തുകൊണ്ടാണ് ഞാനിത് പോക്കറ്റിലിട്ടത്? കഷ്ടപ്പെടാണ്ടിരിക്കാനാ. ആരോ ഒരു അപരിചിത എവിടെ വെച്ച് സാറേ സെൽഫി പോലും ചോദിച്ചില്ല. ഇന്നൊരു ഓട്ടോറിക്ഷ പോണ നേരത്ത് പെട്ടെന്ന് ഇങ്ങനെ എറിഞ്ഞു ഒന്ന് പിടിച്ചു കൊണ്ടു നടക്കുക. അതെൻ്റെ സ്വഭാവമാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് കടന്നു പോവാണ്. ഹലോ, ഹായ്. കഴിഞ്ഞ തവണ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാനൊന്ന് സ്റ്റേജിലോട്ട് വന്നോട്ടെ. ഓക്കെ.
കഴിഞ്ഞ തവണ ചേട്ടൻ്റെ മുന്നിൽ വന്ന് ചേട്ടൻ്റെ ശബ്ദം ചെയ്ത ആളാണ് ഞാൻ. ആ, okay. ഇന്നലെ മെസ്സേജ് ചെയ്ത ആള്. ഇത് എൻ്റെ സ്വന്തം ക്രൗഡാണ്, ഞാൻ കോഴിക്കോടുകാരനാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു വേദി കിട്ടിയിട്ട് ഈ ചേട്ടൻ്റെ മുന്നിൽ, നമ്മുടെ ക്രൗഡിൻ്റെ മുന്നിൽ നിന്ന് ചേട്ടൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കൂ. അനുകരിച്ചോട്ടെ. ഓ, ഞാൻ വിചാരിച്ചു ഞാൻ അനുകരിക്കണോ? താങ്ക് യു. ചെയ്തോട്ടെ. സത്യം പറഞ്ഞ സ്റ്റേജിൽ കയറുമ്പോൾ ഇങ്ങനെ വരക്കല്ലേ, ഇതിപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇത്രയും ക്രൗഡിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയൊരു ക്ഷവറിങ്ങണ്ട്. എന്തെങ്കിലുമൊക്കെ പക്ഷേ തെറ്റുപറ്റിയാൽ നിങ്ങൾ ക്ഷമിക്കണേ. ഹലോ, സമയം കഴിഞ്ഞോട്ടോ. ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ തിരിച്ചറിയാനുള്ള വാക്കില്ല, അത് ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ളതാണ്. നമ്മുടെ കൈൻഡ്നെസ്സിനെ ആളുകൾ വീക്ക്നെസ് ആയിട്ട് തെറ്റിദ്ധരിക്കാം. എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിലെ എല്ലാവരും ഒരുപോലെ താങ്ക് യു. താങ്ക് യു. ഞാൻ കോഴിക്കോടുകാരനാണ്, ബേപ്പൂരുകാരനാണ്, കോമഡി ഉത്സവമൊക്കെ ചെറുതായിട്ട് ചെയ്യുന്ന ആളാണ്. താങ്ക് യു. പേര് നെവിൻ പോൾ. അപ്പം നമുക്ക് അടുത്ത സെഷൻ്റെ ഒരു സമയമായിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ജോസഫ് അന്നംകുട്ടി ജോസിന് പ്രത്യേകമായൊരു നന്ദിയും സംസാരിച്ചതിന് ഇനിയും തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. പുതിയ കഥകൾ ഒരുപാട് ഉണ്ടാവട്ടെ. ആശംസകൾ.